ശുഭ്മാൻ ഗിൽ തൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തുകയാണ്. ആ ബോഡി ലാംഗ്വേജും ആത്മവിശ്വാസവും പഴയതുപോലെ തന്നെ. ഡ്രൈവുകളും കട്ടുകളും ഫ്ലിക്കുകളും ഗില്ലിൻ്റെ ബാറ്റിങ്ങിൽ നിന്നും വീണ്ടും ഒഴുകി തുടങ്ങിയിരിക്കുന്നു. ഏകദിന ക്രിക്കറ്റിൽ ഗില്ലൊരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അതിൽ ആർക്കും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരില്ല. ഇടക്കാലത്തുണ്ടായ ഒരു ചെറിയ ഫോമില്ലായ്മ മറികടന്ന് അദ്ദേഹം തൻ്റെ മഹത്തായ കരിയറിലേക്ക് തിരിച്ചു വരികയാണ്. ഈ വർഷം ഗില്ലിനെ സംബന്ധിച്ച് അവിശ്വസനീയമായ ഒരു തുടക്കത്തിൻ്റെ തുടക്കം മാത്രമാണിതെന്ന് എനിക്ക് തോന്നുന്നു. മുന്നോട്ട് കുതിക്കൂ പ്രിൻസ്, നിങ്ങൾ തിരിച്ചു വരിക തന്നെ വേണം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് 8 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഗ്രാമത്തിൽ നിന്ന് 8 വയസ്സുകാരൻ മകനെയും കൂട്ടി ലഖ്വിന്ദർ സിംഗ് ഗിൽ മൊഹാലിലേക്ക് വണ്ടി കയറുമ്പോൾ സ്വപ്നം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാത്രമായിരുന്നു. 16 വർഷങ്ങൾക്കിപ്പുറം ലഖ്വിന്ദറിന്റെ കൈ പിടിച്ച് നടന്ന മകൻ ഇന്ത്യൻ ടീമിനെ നയിച്ച് ബാഗി ബ്ലൂ തൊപ്പി അണിഞ്ഞുകൊണ്ട് ലെഡിംഗ്ലയിൽ കളിക്കാനിറങ്ങി. ഒരച്ഛൻ മനസ്സിലിട്ട് താലോലിച്ച സ്വപ്നത്തിന്റെ പൂർത്തീകരണമായിരുന്നു അത്. 70കളിൽ കപിൽ ദേവിനോടൊപ്പം ഇന്ത്യൻ ബോളിംഗ് ഓപ്പൺ ചെയ്തിട്ടുള്ള കൗസൻ ഗവറിയുടെ കണ്ണിൽ പെട്ടതാണ് ശുഭ്മാൻ ഗില്ലിന്റെ ജൂനിയർ കരിയറിലെ അതിവേഗ വളർച്ചയ്ക്ക് കാരണമായത്. 2011 പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷന്റെ മൊഹാലിലെ അണ്ടർ 19 പേസ് ബോളിംഗ് ക്യാമ്പിലെത്തിയതായിരുന്നു ഗവറി. ക്യാമ്പിലെ പേസ് ബോളർമാരെ വെല്ലുവിളിക്കാൻ പോന്ന ഒരു ബാറ്ററേയും ഗവറി അന്ന് കണ്ടില്ലായിരുന്നു. നല്ലൊരു ബാറ്റർ അന്വേഷിച്ച് മൈതാനം ചുറ്റിയിറങ്ങിയ ഗാവറി ശ്രദ്ധിച്ചത് അണ്ടർ 14 ടീമിനായി കളിക്കുന്ന ഒരു പയ്യനെയായിരുന്നു. അവൻ്റെ ബാറ്റിംഗ് നോക്കി സമീപത്തെ മരച്ചുവട്ടിൽ നിന്ന് അയാളോട് ആ പയ്യൻ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറയുകയാണ്, അതെൻ്റെ മകൻ ശുഭ്മാൻ ഗില്ലാണ്. 12 വയസ്സ് മാത്രമേ ഉള്ളൂ അവന്. അടുത്ത ദിവസം മകനുമായി പേസ് ബോളറുടെ ക്യാമ്പിലെത്താൻ ഗാവറി നൽകിയ നിർദ്ദേശം ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയൊരു സൂപ്പർ താരത്തെ സമ്മാനിക്കുകയായിരുന്നു. അണ്ടർ 19 പേസർമാരുടെ പന്തുകൾ 12 വയസ്സുകാരൻ ക്ലാസും സ്കില്ലും സമം ചേർത്ത് നേരിട്ടു. അധികം വൈകാതെ ശുഭ്മാൻ ഗിൽ പഞ്ചാബ് അണ്ടർ 14 ടീമിലെത്തി. 2018 ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യ എ ടീമിനെ തിരഞ്ഞെടുക്കാൻ യോഗം നടക്കുന്നു. MSK പ്രസാദ് നയിക്കുന്ന 5 സെലക്ഷൻ കമ്മിറ്റിയിലെ ഒരംഗം അൽമോദ്പ്രീത് സിംഗിനായി വാദിക്കുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള അമുൽ ടീമിലേക്ക് ഇടം അർഹിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യ എ ടീമിൻ്റെ പരിശീലകനും ദേശീയ ടീമിൻ്റെ അക്കാദമി തലവനുമായ രാഹുൽ ദ്രാവിഡിൻ്റെ ഒരു അഭ്യർത്ഥന സെലക്ഷൻ കമ്മിറ്റിക്ക് മുന്നിലെത്തുന്നു. ടീമിലേക്ക് ശുഭ്മാൻ ഗിൽ എന്ന കൗമാര താരത്തെ തിരഞ്ഞെടുക്കണം. അമോളിൻ്റെ മറ്റൊരു പര്യടനത്തിൽ അവസരം നൽകാം. ഇന്ത്യക്കായി അണ്ടർ 19 ലോക കിരീടം നേടി മാസങ്ങൾക്കകം ശുഭ്മാൻ ഗിൽ ഇന്ത്യ എ ടീമിലെത്തി. അമോൽ പ്രീതിന് റൺസ് ഉണ്ട്, എന്നാൽ ടെക്നിക്കും ടെമ്പർമെൻറ്റും ഗില്ലിന് തന്നെയായിരുന്നു. രാഹുൽ ദ്രാവിഡിന്റെ പക്ഷം ആഭ്യന്തര ക്രിക്കറ്റിൽ അധികകാലം അലഞ്ഞു നടക്കാതെ ഗില്ലിന്റെ പ്രതിഭയെ അതിവേഗം മിനുക്കിയെടുത്ത് ദ്രാവിഡിന്റെ തീരുമാനം സഫലമായി. 1 വർഷത്തിനകം വെസ്റ്റ് ഇൻഡീസ് എ ടീമിനെതിരെ ഇരട്ട സെഞ്ചുറിയുമായി ഗിൽ സീനിയർ ടീമിന്റെ പടിവാതിൽക്കിലെത്തി. ഇംഗ്ലണ്ട് പര്യടനമെന്ന അഗ്നിപരീക്ഷ 20-ാം വയസ്സിൽ ഓസ്ട്രേലിയക്കെതിരെ മെൽബണിലായിരുന്നു ശുഭ്മാൻ ഗില്ലിന്റെ ടെസ്റ്റ് അരങ്ങേറ്റം. ഇന്ത്യക്കായി 40 ടെസ്റ്റ് മത്സരം കളിച്ചിട്ടുള്ള ഗിൽ 5 സെഞ്ചുറി ഉൾപ്പെടെ 2843 റൺസും നേടിയിട്ടുണ്ട്. ഇന്ത്യൻ പിച്ചുകളിലെ മികവ് വിദേശ പിച്ചുകളിൽ പുറത്തെടുക്കാനാവില്ലെന്നതാണ് ശുഭ്മാൻ ഗില്ലിൻ്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി.